അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഈ ഒരു ഇസ്ലാമിക് ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ദിക്റുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സലാത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇസ്മുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമാക്കപ്പെട്ടുള്ള ചില ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്, ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഒരു മുഹറം മാസത്തിൽ എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വായിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ. എന്താണെങ്കിലും റബ്ബ് സുബ്ഹാനഹു തആല നമ്മളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്യുന്ന ആളുകളാണല്ലേ. ഈ ഓരോ വീഡിയോസും കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ മുത്ത റസൂലിൻ്റെ മഹത്വം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല ആ ഒരു അമലുകൾ എന്തിൻ്റെ നിയ്യത്തിലാണ് അവരൊക്കെ ചെയ്യുന്നത്, അവർക്കതിൻ്റെ ഫലം റബ്ബ് സുബ്ഹാനഹു തആല നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഒന്നിനും ഒരു ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ ഓരോ ഇടങ്ങേറുകളും നൽകാതിരിക്കട്ടെ, നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. റബ്ബിൻ്റെ ഒരു കുഞ്ഞു പരീക്ഷണം പോലും താങ്ങാനുള്ള കൽപ്പ് നമുക്കില്ല അല്ലേ. റബ്ബ് നമുക്ക് നൽകുന്ന ഓരോ ചെറിയ ഇടങ്ങേറുകളും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വിപത്തായിട്ട് ഭവിക്കാറുണ്ട്. അത്തരത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല തന്നെ എടുത്ത് മാറ്റി തരട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുആ ചെയ്യലാണ്. പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസത്തിലെ ഞാൻ ഈ പറയുന്ന ഒരു അമലിനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫലം ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ നിങ്ങൾക്കും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫലം. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താണ്. ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണം എന്നൊന്ന് ഓർമ്മപ്പെടുത്താണ്. അതേപോലെ തന്നെ ഇതിനർഹതപ്പെടുന്നവരിലേക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ശരിയാകാതെ നടക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ടല്ലേ. അവരിലേക്കൊക്കെ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. അതേപോലെ തന്നെ വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഞാൻ ഇത്തരത്തിൽ ഇടുന്ന അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഓരോ ദിക്റുകൾ, സ്വലാത്തുകൾ, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രയാസം നീങ്ങാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വേഗത്തിൽ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. കഴിഞ്ഞ വർഷം നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് സഹപാഠികൾ, നമ്മുടെ ഉടയവരൊക്കെ ഇന്ന് ഖബറിലാണല്ലേ. ജീവിച്ച് കൊതി തീരും മുമ്പ് പടിയിറങ്ങിപ്പോയ ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് ഖബറിലാണ്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വളരെ ഇടങ്ങേറ് പിടിച്ച ഓരോ വാർത്തകളാണ് കേൾക്കുന്നത്. കാരണം കണ്ണിൻ്റെ മുമ്പിൽ കൂടെ നടന്നിരുന്ന സഹോദരങ്ങൾ ആക്സിഡൻ്റായിട്ടും മറ്റും ഒക്കെ മരിച്ചു വീഴുന്ന ഒരു സമയം. ഈ മഴയാണ്, അതുപോലെ തന്നെ ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള, അതായത് ഒരു 15 to 28 വയസ്സിൻ്റെ ഇടയിലുള്ള കുഞ്ഞു മക്കളാണ് ആക്സിഡൻ്റായിട്ടും അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലായാലും അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലായാലും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും അവരുടെയൊക്കെ ആ ഒരു കുടുംബത്തിന് റബ്ബ് സുബ്ഹാനഹു തആല ക്ഷമ നൽകട്ടെ. നമ്മൾ നോക്കിയുണ്ടാക്കി 10-15 വയസ്സാകോളം വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു ആക്സിഡൻ്റ് പെട്ട് മരണപ്പെട്ടു പോകുക, ഒരു ചെറിയൊരു അശ്രദ്ധ മൂലം മരണപ്പെട്ടു പോകുക, അവരെ പിന്നെ ഈ ലോകത്ത് നിന്ന് തന്നെ നമ്മളെ ഒറ്റപ്പെടുത്തി അവർ മടങ്ങുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അതും ആ കുടുംബത്തിൽ ഒരു ഉമ്മയും മകനും മാത്രം ഉണ്ടായിരിക്കുന്ന ആ ഒരു സമയത്ത് ആ മകനും അത്തരത്തിൽ മരണപ്പെട്ടു പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്താണെങ്കിലും റബ്ബ് സുബ്ഹാനഹു തആല ക്ഷമ കൊടുക്കട്ടെ. ഇത്തരം അവസ്ഥകളിൽ കൂടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും റബ്ബ് സുബ്ഹാനഹു തആല എത്തിക്കാതിരിക്കട്ടെ. എന്തെങ്കിലും ഒരു പരീക്ഷണം ഇത്തരത്തിൽ ആക്സിഡൻ്റ് ആയിട്ടോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ റബ്ബ് നമുക്ക് നൽകണം എന്നുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ മുഹറം മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്ത് കൊണ്ട്, മുത്ത റസൂലിൻ്റെ മഹത്വം കൊണ്ട് ആ ഒരു പ്രശ്നത്തെയും പ്രയാസത്തെയും അതുപോലെ തന്നെ പരീക്ഷണത്തെയും റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ എന്ന് ഈ സമയം ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് നമ്മളെ മക്കളോടൊക്കെ നല്ല രീതിയിൽ, ഇനിയിപ്പോൾ ബൈക്കൊക്കെ ഓടിച്ചു പോകുന്ന മക്കളാണെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും ഓവർ സ്പീഡിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടും
ഒന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. നമ്മളുടെ മക്കളെ നമ്മളെ തന്നെ തുണയായി നിർത്തുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം. ഒരുപാട് നമ്മൾ പറയുന്നില്ല, നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യം നമുക്ക് ആ ഒരു അനുഭവം നോക്കാം അല്ലേ. അൽഹംദുലില്ലാ, ഒരുപാട് മാസങ്ങളായിട്ട് അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ഈ രൂപത്തിൽ ഒരു വട്ടമാണ് ഈ ഒരു അമലിനെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു അമൽ ചെയ്ത് ദുആ ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഫലവും എനിക്ക് കിട്ടി. ആ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് പാടെ മാറിക്കിട്ടി. അൽഹംദുലില്ലാ, ഞാൻ വളരെ സന്തോഷത്തിലാണ് അല്ലേ. വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. കണ്ടു, എൻ്റെ മനസ്സിലത് ചെയ്യണം എന്ന് തോന്നി, ഞാനത് ചെയ്തു. എനിക്കതിൻ്റെ ഫലവും കിട്ടി, എല്ലാ ബുദ്ധിമുട്ടും മാറിക്കിട്ടി. അൽഹംദുലില്ലാ. ഇതാണ് പരിശുദ്ധമായിട്ടുള്ള ആ ഒരു കമൻ്റായിട്ടുള്ള വന്നിട്ടുള്ളത്. ഇത് വായിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ തോന്നിയിട്ടില്ലേ. എന്തെന്ന് പറയുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം, ശരിയാകൂല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശരിയായിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യം അനുഗ്രഹമായി കിട്ടുന്ന ചില അവസ്ഥകൾ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ, മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തന്നെയാണ്. കാരണം ഇത്തരം അമലുകൾ ചെയ്തിട്ട് ഉത്തരം കിട്ടി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുമ്പോൾ അത് എനിക്കും വലിയൊരു സന്തോഷം തന്നെയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ നമുക്ക് അമലുകൾ ചെയ്യാനും നിങ്ങൾക്കത് എൻ്റെ അടുത്ത് വന്ന് പറയാനും ഞാൻ നിങ്ങൾക്ക് ഇത്തരം അമലുകൾ പറഞ്ഞു തരാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസമാണല്ലേ നമ്മൾ ഈ ഒരു അമലിനെ ചെയ്യേണ്ടത്. പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രമിക്കുക. നമ്മളുടെ ഏതൊരു കാര്യമാണെങ്കിലും ഈ ഒരു അമലിൻ്റെ മുമ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാര്യം ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ പാരായണം ചെയ്യുന്നത് അത് ആ കാര്യത്തിനുള്ളതാണ്. എല്ലാ തിന്മകളെയും അത് പ്രതിരോധിക്കുകയും അതേപോലെ തന്നെ സർവ്വ ആവശ്യങ്ങളും സർവ്വ മുറാദുകളും ഈ ഒരു അമല് കൊണ്ട് പൂർത്തീകരിച്ച് കിട്ടുകയും ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പരിശുദ്ധമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാര ശേഷം ആണുങ്ങൾക്ക് പള്ളിയിൽ വെച്ച് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ജുമുഅ നിസ്കാര ശേഷം ഖിബലക്ക് മുന്നിട്ടിരുന്നിട്ട് ഉദ്ദേശം നിറവേറണം എന്നുള്ള നിയ്യത്തോടു കൂടെ എന്താവശ്യമാണോ നമ്മുടെ മനസ്സിലിടുന്നത് ആ ആവശ്യത്തെ മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് ആണ് ഒരു തവണ നമ്മൾ ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് സൂറത്ത് യാസീനിനെ ഓതേണ്ടത്. സൂറത്ത് യാസീന് 7 മുബീനുകൾ ഉൾക്കൊള്ളുന്നതാണ് അല്ലേ. ആദ്യത്തെ മുബീൻ ഓതിയ ശേഷം നമ്മൾ കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യത്തെ മുബീന് ശേഷം. രണ്ടാമത്തെ മുബീന് ശേഷം സൂറത്തുൽ കൗസർ 3 തവണ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആദ്യത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ, രണ്ടാമത്തേതിൽ സൂറത്തുൽ കൗസർ 3 തവണ, മൂന്നാമത്തെ മുബീൻ ഓതിയതിന് ശേഷം സൂറത്തുൽ ഇൻഷിറാഹ് 3 തവണ ഓതുക. നാലാമത്തെ മുബീൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ 3 തവണ ഓതുക. അഞ്ചാമത്തെ മുബീൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം ആയത്തുൽ കുർസി 3 തവണ ഓതുക. അതേപോലെ തന്നെ ആറാമത്തെ മുബീൻ കഴിഞ്ഞ ശേഷം ഞാൻ ഈ പറയുന്ന ദുആ, അല്ലാഹു ലത്തീഫു ബി ഇബാദിഹി യർസുഖുഹു മൈ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ലത്തീഫും ബി ഇബാദിഹി യർസുഖു മൈ യശാഉ ബിഗൈരി ഹിസാബ്. ഈ ദുആ നമ്മൾ 3 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഏഴാമത്തെ മുബീന് ഓതിയതിന് ശേഷം അറിയാവുന്ന 3 സ്വലാത്ത് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലി ദുആ ചെയ്യാം. ശേഷം ഈ ദുആ 7 തവണ കൂടെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹുമ്മ വസിഅ റിസ്ഖി വുസ്അതൻ ലാ അഹ്താജു ഇലാ അഹദിൻ മിൻ ഖൽഖിക്. ഇതാണ് ആ പരിശുദ്ധമായിട്ടുള്ള ദുആ. ഏഴാമത്തെ മുബീൻ ഓതിയതിന് ശേഷം ഈ ദുആയാണല്ലേ ചൊല്ലേണ്ടത്. ഇത്
ഞാൻ ഇത്തരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് തരികയോ അല്ലെങ്കിൽ ഈ ഒരു അമലിനെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലേ. ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് നമ്മൾ റബ്ബിൻ്റെ മുമ്പിലിരുന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത് 1, 2, 3 വെള്ളിയാഴ്ചകൾ നമ്മൾ അടവിച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇന്നിപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണല്ലോ അല്ലേ. നാളെ നമ്മൾ ഒരു യാസീൻ ഓതി, അത് കഴിഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച ഒരു യാസീൻ ഓതി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ വെള്ളിയാഴ്ചയും ഒരു യാസീൻ ഓതി, ഇത്തരത്തിൽ 3 വെള്ളിയാഴ്ച മുടക്കാതെ നിങ്ങൾക്ക് ചെയ്ത് വരാൻ സാധിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ വളരെ റാഹത്തായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മളുടെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും റബ്ബ് സുബ്ഹാനഹു വ തആല സഫലീകരിച്ച് തരട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.